എല്ലാവർക്കും വേണ്ടി എന്താ നിങ്ങൾ നല്ല ചൊറുക്ക് വേണം. ഓലവി പൈസ ഒന്നും വേണ്ട, പൈസ ഒന്നും നമുക്ക് വേണ്ട, പണ്ടോ പൈസ ഒന്നും വേണ്ട, ഓല എന്തേലൊക്കെ തന്നാ മതി, പക്ഷേ നല്ല ചൊറുക്ക് വേണം. ഒരു കാക്ക എന്നോട് പറഞ്ഞേ, ഉസ്താദേ ഇനി സ്ത്രീധനത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ, സ്ത്രീധനത്തെ കുറിച്ച് മിണ്ടാൻ പാടില്ല. സ്ത്രീധനം എന്ന ഒരു ഏർപ്പാടുള്ളത് കൊണ്ടാ ഇവിടത്തെ സൗന്ദര്യമില്ലാത്ത പെൺകുട്ടികൾക്ക് വൈവാഹിക ജീവിതം കിട്ടിയത്. പണം ചോദിച്ചാല് 2, 3, 4 ലക്ഷം ഉറുപ്പ്യ ചോദിച്ചാല് ആളുകളുടെ മുമ്പിൽ തെണ്ടിയിട്ടോ പള്ളിയിൽ മുണ്ട് വിരിച്ചിട്ടോ എവിടുന്നും കിട്ടിയില്ലെങ്കിൽ വൃക്ക വിറ്റിട്ടെങ്കിലും 2, 3 ലക്ഷം ഉറുപ്പ്യൊക്കെ ഉണ്ടാക്കാം ഉസ്താദെ. പക്ഷേ സൗന്ദര്യം വേണം, നല്ല സൗന്ദര്യം വേണമെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന ചെറുപ്പക്കാർക്ക് എങ്ങനെയാണ് ഉസ്താദെ ഞങ്ങളുടെ മക്കളെ സൗന്ദര്യം കൂട്ടിക്കൊടുക്കുക? ഞങ്ങളുടെ സൗന്ദര്യമില്ലാത്ത മക്കൾക്ക് സൗന്ദര്യം ഉണ്ടാക്കി കൊടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ഉസ്താദെ? ചോദ്യം ഇതാണ്. പൈസ ഒന്നും വേണ്ട, ചൊറുക്കുണ്ടായാ മതി. പ്രവാചകൻ ആ 3 കാര്യം ഒരുപോലെ പറഞ്ഞേ. സമ്പത്ത്, സൗന്ദര്യം, തറവാട്, ഇത് 3നേക്കാളേറെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ദീനിനാണ്, ആദർശത്തിനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ലോകത്ത് ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഏറ്റവും നല്ല പെണ്ണിനെ ഭാര്യയായി കിട്ടലാണ്. ആരാണ് ഏറ്റവും നല്ല പെണ്ണ് എന്ന ചോദ്യത്തിന് നമ്മുടെ മറുപടി പണവും പ്രതാപവും ജോലിയും വിദ്യാഭ്യാസവുമുള്ള തറവാട്ടുകാരിയായ പെണ്ണ് എന്നാവാം. എന്നാൽ ലോകത്തിന്റെ ഗുരുനാഥൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല പെണ്ണിന് കൊടുത്ത നിർവചനം ഇംറാത്തുൻ തുഈനുക ഫീ അംറിൽ ആഖിറ, നിന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ നിനക്ക് സഹായിയാകുന്ന ഒരു ഭാര്യ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട മക്കൾ നാളെ നരകത്തിന്റെ വിറകാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആദർശബോധമുള്ള ഒരു പെണ്ണിനെ ആർക്കാണോ ജീവിതത്തിൽ കിട്ടിയത് അവനാണ് ഭൂമിയിലെ ഭാഗ്യവാൻ. എന്റെ പ്രിയപ്പെട്ട ആൺകുട്ടികളുടെ പിതാക്കളെ, നിങ്ങളുടെ മകനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കരുത്തുള്ള ഒരു ജീവിത പങ്കാളിയാണ് എന്റെ മകന് കിട്ടേണ്ടത് എന്ന് ആഗ്രഹിച്ചാൽ തന്നെ അത് നടപ്പിലാക്കാൻ സാധിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ പെൺമക്കൾക്ക് ഒരു ഭർത്താവിനെ തേടുമ്പോൾ മതബോധമുള്ള എന്റെ മകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന അള്ളാഹുവിന്റെ വെറുപ്പ് എന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാത്ത എന്റെ മകളെ സ്വർഗത്തിലെത്തിക്കുവാൻ ത്രാണിയുള്ള ഈമാനുള്ള ഒരാളാണ് എന്റെ മകളുടെ ഭർത്താവേണ്ടത് എന്നാഗ്രഹിക്കുന്ന അങ്ങനത്തെ ഒരു വരനെ തന്റെ മകൾക്ക് വേണ്ടി കണ്ടെത്താൻ സാധിക്കുന്ന എത്ര രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്.